സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് 4,86,689 കുടുംബങ്ങൾ ഭൂമിയുടെ അവകാശികളായി മാറിയെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ കുട്ടമ്പുഴ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച കോതമംഗലം താലൂക്കിലെ പട്ടയ വിതരണം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭൂരഹിതരായ എല്ലാവരെയും ഭൂമിയുടെ അവകാശികളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് LDF സർക്കാർ പ്രവർത്തിച്ചതെന്നും അതിന്റെ ഭാഗമായി രൂപം നൽകിയ പട്ടയ മിഷൻ വഴി കാലങ്ങളായുള്ള തടസ്സങ്ങൾ നീക്കി അർഹരായവർക്ക് പട്ടയം അനുവദിക്കാൻ കഴിഞ്ഞുവെന്നും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. കുട്ടമ്പുഴ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച കോതമംഗലം താലൂക്കിലെ പട്ടയ വിതരണം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോതമംഗലത്തെ സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിച്ച് താലൂക്കിൽ ഭൂമി പതിവ് സ്പെഷ്യൽ തഹസീൽദാർ ഓഫീസ് അനുവദിക്കുകയും 17 ഉദ്യോഗസ്ഥരെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. അതുവഴി നിരവധി കുടുംബങ്ങളുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് പരിഹാരം കാണാനും കഴിഞ്ഞതായി മന്ത്രി കൂട്ടിച്ചേർത്തു. ചട്ടങ്ങളും നിയമങ്ങളും സാധാരണ ജനങ്ങൾക്ക് ഭൂമി അനുവദിക്കുന്നതിൽ തടസ്സമാകരുത് എന്ന കാഴ്ചപ്പാടാണ് സർക്കാരിനുള്ളതെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. പ്രദേശത്തെ കുടിയേറ്റ കർഷകർക്ക് പട്ടയം നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയും സാങ്കേതികമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി പൂർത്തീകരിക്കാനായ ഏറ്റവും പെട്ടെന്ന് നമ്മുടെ ഈ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ നമുക്ക് സാധിക്കും. അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ പട്ടയ വിതരണം ഇപ്പോൾ നിരവധിയിൽ നിന്ന് ഗൗരവത്തിലുമാക്കി മാറ്റാൻ പട്ടയ മിഷൻ വഴി സഹായമാവുകയും ചെയ്തു. ആന്റണി ജോൺ MLA ചടങ്ങിൽ അധ്യക്ഷനായി പട്ടയങ്ങൾ വിതരണം ചെയ്തു. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേരി കുര്യാക്കോസ് മുഖ്യാതിഥിയായി. ജില്ലാ കളക്ടർ G. പ്രിയങ്ക, കോതമംഗലം നഗരസഭാ ചെയർപേഴ്സൺ ഭാനുമതി രാജു, കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു, MPI ചെയർമാൻ EK ശിവൻ, സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ KK ശിവൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജോമി തെക്കേക്കര, പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മൊയ്തു, പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ്, വാർഡ് മെമ്പർമാരായ EK ജോഷി, റോബിൻ സാബു, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ PM സക്കറിയ, മനോജ് ഗോപി, ബേബി പൗലോസ്, ലാൻഡ് അസൈൻ കമ്മിറ്റി അംഗങ്ങളായ രാമചന്ദ്രൻ, ലിസി സൈമൺ, സാജൻ അമ്പാട്ട്, ശാന്തമ്മ പയസ്, കോതമംഗലം താലൂക്ക് തഹസിൽദാർ M. അനിൽകുമാർ, സ്പെഷ്യൽ തഹസിൽദാർ G. രശ്മി, LR തഹസിൽദാർ VS. മഞ്ജുഷ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.